ഈ സനോജ്, ഇതിൽ ഏറ്റവും പ്രധാനം സൈനിക മേധാവിമാരുമായുള്ള പ്രതിരോധ മന്ത്രിയുടെ കൂടിക്കാഴ്ച അല്പസമയത്തിനകം എന്നുള്ളതാണ്. കൂടിക്കാഴ്ച തുടങ്ങിയിട്ടുണ്ടോ? കൂടിക്കാഴ്ച അല്പസമയത്തിനകം നടക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സേനാ മേധാവികളുമായുള്ള ആശയവിനിമയം. ഈ കാര്യത്തിൽ നിലവിലുള്ള സാഹചര്യം പ്രതിരോധ മന്ത്രി അടക്കം ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സേനാ മേധാവികൾ രാജ്നാഥ് സിംഗിനുമായിട്ട് സംസാരിക്കുന്നു. അതിനെ സംബന്ധിച്ച് വിശദീകരിക്കും. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം IPL-ലുമായി ബന്ധപ്പെട്ടാണ്. IPL ക്രിക്കറ്റ് മത്സരങ്ങൾ സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു. കാരണം സുരക്ഷ വലിയ പ്രശ്നമാണ്. കാരണം ക്രിക്കറ്റ് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതലായിട്ട് നിർണ്ണയിക്കേണ്ട അല്ലെങ്കിൽ അതിനുവേണ്ടി സജ്ജമാക്കേണ്ട സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ അടുത്ത മത്സരങ്ങൾ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ BCCIയുടെ ഒരു നിർദ്ദേശം, അത് കേന്ദ്ര സർക്കാരുമായി കൂടിക്കാഴ്ച അല്ലെങ്കിൽ ആ കാര്യത്തിലുള്ള ഒരു ആശയവിനിമയം നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് തീരുമാനമാകും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണിപ്പോൾ നടക്കുന്നത്. ഏതായാലും ലേ മേഖലയിൽ, അതായത് ലഡാക്ക് മേഖലയിലെല്ലാം തന്നെ സ്കൂളുകൾ അവധി, വരും ദിവസങ്ങളിൽ അവധിയാണ്. അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ BSF രാജസ്ഥാനിൽ നടത്തിയിട്ടുള്ള ഡ്രോൺ ആക്രമണം ചെറുത്തതുമായി ബന്ധപ്പെട്ട കാര്യം. മറ്റൊന്ന്, പാകിസ്ഥാനിന് ജലം നൽകുന്ന കാര്യത്തിൽ ഒരു ജലം അണക്കെട്ടിനുമായി ബന്ധപ്പെട്ട്, ആ നദിയിലെ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന വാർത്ത അത് ശരിയല്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു. കാരണം ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ട് അനുസരിച്ച് പ്രതിരോധ മന്ത്രാലയത്തിലെ സൈനിക മേധാവിമാർ എത്തി നിർണായക യോഗം തുടങ്ങിയെന്നാണ്. അതെ, ഏറ്റവും പുതിയ വാർത്ത അതാണ്. യോഗം ആരംഭിച്ചിരിക്കുന്നു. ഏതായാലും ഇത് സംബന്ധിച്ച് നിലവിലെ സാഹചര്യം അവർ വിലയിരുത്തും. ഈ കാര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കേണ്ട നടപടികൾ, ഇനി അങ്ങോട്ട് ഏതൊക്കെ തരത്തിലേക്ക് പ്രതിരോധം ശക്തമാക്കണം എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങളിൽ ഏതായാലും തീരുമാനമാകും. അതിനുശേഷം ഇക്കാര്യത്തിൽ വീണ്ടും ഇന്ത്യയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്ത്യക്ക് അവിടുത്തെ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ബ്രീഫിംഗ് ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ ആ ബ്രീഫിംഗ് കൂടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിൽ അവർ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ബ്രീഫിങ്ങിലടക്കം പറഞ്ഞ പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട്. അതായത് എന്താണ് നിർണായകമായി സംഭവിച്ചത്, ഏറ്റവും പ്രധാനമായി നടത്തിയ നീക്കങ്ങൾ സംബന്ധിച്ചുള്ള കൃത്യമായ വിശദാംശങ്ങളാണ് പുറത്തുവിട്ടത്. മറ്റൊന്ന്, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തന്നെ പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. അത് പാകിസ്ഥാനെതിരായിട്ടുള്ള വാർത്തകളാണെങ്കിലും ഇന്ത്യക്കെതിരായ വാർത്തകളാണെങ്കിലും എല്ലാം തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു പാനിക്കാക്കുന്ന സാഹചര്യമുണ്ട്. മറ്റൊന്ന്, വ്യാജ വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ സൈനികർക്ക് നേരെ നടത്തിയ ആക്രമണം എന്ന മട്ടിൽ ഇന്തോനേഷ്യയിൽ നിന്നുള്ളതും അല്ലെങ്കിൽ കസാക്കിസ്ഥാനിൽ നിന്നുള്ളതും ഉൾപ്പെടെ ഗാസയിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള വിഷ്വലുകൾ ഉപയോഗിക്കുന്ന സാഹചര്യം അത് പല ഹാൻഡിലുകളിലും വരുന്നു. അത് ചില മാധ്യമങ്ങൾ, ചാനലുകൾ ഉൾപ്പെടെ സംപ്രേഷണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നതിൽ കർശനമായ നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നു. ഏതായാലും നിലവിൽ സാഹചര്യം വിലയിരുത്തുന്നു രാജ്യം. അതുപോലെ തന്നെ പ്രധാനമന്ത്രി അടക്കം കാര്യങ്ങൾ വിലയിരുത്തി വരികയാണ്. ചിനാബ് നദിയിലെ സലാൽ ഡാമിന്റെ 4 ഷട്ടറുകളാണ് മുന്നറിയിപ്പില്ലാതെ തുറന്നിരിക്കുന്നത്. അത് പാകിസ്ഥാൻ എത്രത്തോളം തിരിച്ചടി നൽകുന്നതാണ്? അതായത് നദീജല കരാർ റദ്ദാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ നടപടികളിലേക്ക് പോകുന്നത്. കാരണം കശ്മീരിലെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നദീജല കരാറിനെ റദ്ദാക്കലിൻ്റെ ഭാഗമായി തന്നെ കൂടുതൽ വെള്ളം കശ്മീരിലെ മേഖലകളിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് കൃഷി മേഖലകളിലേക്കെല്ലാം തന്നെ തിരിച്ചുവിടാനുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ കൂടുതലായിട്ട് റിസർവോയറിലേക്ക് വെള്ളം നിലനിർത്താനുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നടന്നത്. ഒപ്പം തന്നെ ഈ ഷട്ടറുകൾ തുറക്കുന്നതോടുകൂടെ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞാൽ, അതായത് 2 മേഖലകളെ, കറാച്ചി അതുപോലെ ഇസ്ലാമാബാദ് മേഖലകളിലേക്ക് ഒക്കെയുള്ള വെള്ളത്തിൻ്റെ വരവ്, അതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ പാകിസ്ഥാനിലെ തന്നെ അതിർത്തി പ്രദേശങ്ങളിലെ കാർഷിക മേഖലയെ, അതായത് 80% ഈ നദീജല കരാറിൻ്റെ ജലം ഉപയോഗിക്കുന്നത് പാകിസ്ഥാനാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ സാധാരണ അവിടുത്തെ കൃഷിക്കാരുൾപ്പെടെ അല്ലെങ്കിൽ പാകിസ്ഥാനെ അത് വലിയ രീതിയിൽ ബാധിക്കും. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ ഈ കാര്യം സംസാരിച്ചിരുന്നു, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വായ്പ കൊണ്ട് അല്ലെങ്കിൽ കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്ന ഒരു രാജ്യം, കടമെടുത്താണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ
എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെല്ലാം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കണക്കുകൾ അല്ലെങ്കിൽ പുറത്തു വന്നിട്ടുള്ള കണക്കുകളിൽ 2024 ഫിസ്ക്കൽ അനുസരിച്ച് നോക്കിയാൽ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 0.7. അതായത് രാജ്യം അവിടെ കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടിന് ശേഷം അത്രയും താഴ്ന്ന നിലയിലേക്ക് അവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ് അടക്കം പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ വലിയ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ഒരു രാജ്യം. ആഭ്യന്തര സംഘർഷം, ഭീകരവാദ പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട സൈന്യവും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ഭീകരവാദത്തിന് കൂടുതൽ വളം നൽകുന്ന രീതിയിൽ സർക്കാർ പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിലേക്കാണ് പഹൽഗാം ഉണ്ടാവുന്നത്, പ്രത്യാക്രമണം സംഭവിക്കുന്നത്, ഒപ്പം നദീജല കരാർ റദ്ദാക്കപ്പെടുന്നത്, ഷിംല കരാറിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നത്. ഏതായാലും ഈ തീരുമാനം, അതായത് ജലം ഈ ഡാമുകളിൽ നിന്ന് കൂടുതൽ ഷട്ടറുകൾ തുറക്കുകയും അത് ഇന്ത്യയുടെ മറ്റു മേഖലകളിലേക്ക് വെള്ളം തിരിച്ചുവിടാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നതോടുകൂടെ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ പാകിസ്ഥാൻ പോകുമെന്ന് പറയാം. ഒപ്പം തന്നെ ഇതിനെ മുതലെടുക്കുന്ന തരത്തിലേക്ക് ബലൂചിസ്ഥാനിൽ അല്ലെങ്കിൽ വസീരിസ്ഥാൻ മേഖലയിൽ പഞ്ചാബ് പ്രവിശ്യയിൽ തന്നെ വലിയ രീതിയിലുള്ള ഭിന്നതയും വലിയ രീതിയിലുള്ള രൂക്ഷമായ ആക്രമണങ്ങളും ബലോച്ച് ആർമി തന്നെ നമ്മൾ കാണിക്കുന്നത് പോലെ ഒറ്റ മേഖലയിൽ ആക്രമണം നടത്തുകയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന പോലെ സൈനിക വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തുന്നു. ഈ രീതിയിൽ വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ആ രാജ്യം, അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഏതായാലും ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് അവിടുത്തെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവും. പക്ഷേ ഭരണകൂടം വളരെ നേരത്തെ തന്നെ പാകിസ്ഥാൻ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ള പോലെ വളരെ തെറ്റായ ഒരു രീതിയിലേക്കുള്ള നിലപാടിലേക്ക് പോകുന്നതിൻ്റെ കൂടെ പ്രതിഫലനമായിട്ട് തന്നെ നമുക്ക് ഇക്കാര്യങ്ങൾ കാണേണ്ടി വരും. കാരണം ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം ഫ്യൂണറൽ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ അല്ലെങ്കിൽ അത്തരം ചടങ്ങുകളിൽ പോലും ഔദ്യോഗികമായി സർക്കാരോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സൈനിക മേധാവികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളത് തന്നെ ഇതിനെ, ഭീകരവാദത്തെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് തെളിയിക്കുന്നതാണ്. ഏതായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു, ശക്തമായ പ്രതിരോധം തീർക്കുന്നു, പ്രത്യാക്രമണം നടത്തുന്നു. ഒപ്പം തന്നെ അതിർത്തി രക്ഷാസേന ഉൾപ്പെടെ ഉള്ള ഇന്ത്യയുടെ സൈനികർ വളരെ ജാഗ്രതയിൽ തന്നെ പഞ്ചാബിലും കശ്മീരിലും രാജസ്ഥാനിലും ഉൾപ്പെടെ, അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ കച്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ, സമുദ്രാതിർത്തിയുള്ള മേഖലകളിലെല്ലാം തന്നെ കനത്ത രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വരുത്തിയിരിക്കുന്നു. ഒപ്പം എന്താ പറയുക, അതായത് ഏറ്റവും ഹൈ എൻഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള സൈനിക വ്യൂഹത്തെ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ എക്യുപ്മെൻറ്റിനെ എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നു. പക്ഷേ അത്തരത്തിൽ കൂടുതൽ പ്രകോപനങ്ങളിലേക്ക് പോകരുതെന്ന് ഇന്ത്യ ആവർത്തിക്കുന്നു.